നടിയെ ആക്രമിച്ച ദിവസം പൾസർ സുനിയെ നിരന്തരം ഫോണിൽ വിളിച്ച ശ്രീലക്ഷ്മി എന്ന സ്ത്രീ ആരാണ്? എന്തുകൊണ്ട് അവരിലേക്ക് അന്വേഷണം പോയില്ല? ആ യുവതിയുടെ മൊഴിയെടുക്കാത്തതിൻ്റെ കാരണമെന്ത്? എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചതാണിത്. ശ്രീലക്ഷ്മി പൾസർ സുനിയുടെ സുഹൃത്തായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം അന്ന് കണ്ടെത്തിയത്. അവരുടെ സ്വകാര്യത മാനിച്ചാണ് മൊഴിയെടുക്കാത്തതെന്നാണ് പ്രോസിക്യൂഷന്റെ മറുപടി. വിധിപ്പകർപ്പിൽ കോടതി ഉന്നയിച്ച പല ചോദ്യങ്ങളുമുണ്ട്. അതിജീവിതയുടെ മൊഴികൾ വിശ്വസിക്കാനാകുന്നില്ലെന്നും ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഉത്തരവിൽ പറയുന്നു. കേസിൽ ദിലീപിനെയും പൾസർ സുനിയെയും ബന്ധിപ്പിക്കുന്ന 7 ഗൂഢാലോചന വാദങ്ങളാണ് വിചാരണ കോടതി തെളിവില്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായതായാണ് കോടതി വ്യക്തമാക്കുന്നത്. കുറ്റകൃത്യം നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പും അതിക്രമത്തിനിരയായ സ്ത്രീയോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലും പൾസർ സുനി ശ്രീലക്ഷ്മി എന്ന പേരിലുള്ള നമ്പറിലേക്ക് വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മിയുടെ കോൾ ഡാറ്റ റെക്കോർഡുകളും ലൊക്കേഷൻ വിവരങ്ങളും കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് വരെ ശ്രീലക്ഷ്മിയിൽ നിന്ന് സുനിക്ക് സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ SIT ശ്രീലക്ഷ്മിയെ സാക്ഷിയായി ഉൾപ്പെടുത്തിയില്ല. കുറ്റകൃത്യം നടക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രതിയുമായി ബന്ധം പുലർത്തിയ വ്യക്തി എന്ന നിലയിൽ സംഭവത്തിൽ കൂടുതൽ വെളിച്ചം വീശാൻ അവർക്ക് സാധിക്കുമായിരുന്നെന്ന് കോടതി നിരീക്ഷിച്ചു. സുനിയും ദിലീപും തമ്മിലുള്ളതായി ആരോപിക്കപ്പെടുന്ന ബന്ധത്തെക്കുറിച്ചും ഇവർക്ക് അറിവുണ്ടായിരിക്കാം. ഒരു സ്ത്രീയുടെ കൊട്ടേഷൻ പ്രകാരമാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്ന സുനിയുടെ മൊഴിയുടെ പശ്ചാത്തലത്തിൽ ശ്രീലക്ഷ്മിയെ സാക്ഷിയായി ഉൾപ്പെടുത്താത്തത് ദിലീപിനെതിരെ ഉന്നയിച്ച പ്രോസിക്യൂഷൻ വാദത്തിൽ ഗുരുതരമായ സംശയം സൃഷ്ടിക്കുന്നുവെന്നും കോടതി വിലയിരുത്തി. കുറ്റകൃത്യം നടന്ന 2017 ഫെബ്രുവരി 17 വൈകുന്നേരം 6:22 7:59 ഇടയിൽ സുനിയെ 6 തവണ അവർ വിളിച്ചു. രാത്രി 9:03 9:56 ഇടയിൽ ശ്രീലക്ഷ്മിയിൽ നിന്ന് 7 സന്ദേശങ്ങളും സുനിക്ക് ലഭിച്ചു. അന്ന് രാത്രി 10:30 10:48 ഇടയിലാണ് നടിയെ ബലാത്സംഗം ചെയ്ത വീഡിയോകൾ പകർത്തിയതായി ഫോറൻസിക് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. ശ്രീലക്ഷ്മിയിൽ നിന്ന് അവസാന സന്ദേശം ലഭിച്ചത് രാത്രി 9:56 അതായത് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പാണിതെന്ന് കോടതി കണ്ടെത്തി. അതേസമയം ശ്രീലക്ഷ്മിയെ ചുരുങ്ങിയത് 3-4 തവണ പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്ന് ഭർത്താവ് പറയുന്നു. ഫോണും അന്ന് തന്നെ പോലീസിന് കൈമാറിയിരുന്നു. അത് തിരികെ വാങ്ങിയിട്ടില്ല. പൾസർ സുനി ബസ് ഡ്രൈവറായിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി സൗഹൃദമുണ്ടായിരുന്നു. കുറ്റകൃത്യം നടന്ന ദിവസം ശ്രീലക്ഷ്മിയെ പൾസർ സുനി ഫോണിൽ വിളിച്ച് ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ടെന്നും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞിരുന്നു. അതെന്താണെന്നറിയാനാണ് ആ രാത്രിയിലും സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത്. എന്നാൽ അന്വേഷണത്തിലൊന്നും ഇല്ലാത്തതിനാലാവാം പോലീസ് ഈ വിവരം കോടതിയിലെത്തിക്കാതിരുന്നതെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നു. കേസിൽ 6 പ്രതികളെ ശിക്ഷിക്കുകയും ദിലീപ് അടക്കമുള്ള 4 പേരെ വെറുതെ വിടുകയും ചെയ്ത വിധിന്യായത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെക്കുറിച്ചുള്ള കോടതി പരാമർശവും ചർച്ചയായത്.